അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹുമ്മ ബാരിക് അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹീം വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അള്ളാഹുവിൻ്റെ കലാമായ വിശുദ്ധ ഖുർആൻ പഠിക്കുക എന്ന മഹത്തായ ലക്ഷ്യത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ ലക്ഷ്യം ഏറ്റവും എളുപ്പത്തിൽ പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. നമ്മൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായി അല്ലെങ്കിൽ മാസങ്ങളായി വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ 238 ആയത്തുകൾ കഴിഞ്ഞ 138 ക്ലാസ്സുകളിലൂടെ നമ്മൾ പഠിച്ചു. ഇൻഷാ അല്ലാഹ് ഇന്ന് 239 ആയത്തിലേക്ക് വരികയാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും പ്രത്യേകിച്ച് അസർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അസർ നമസ്കാരം ഒഴിവാക്കാൻ പാടില്ല എന്നതിനെക്കുറിച്ചും അസർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെക്കുറിച്ചുമൊക്കെ വിശദമായിട്ട് തന്നെ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മറ്റൊരു നമസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു പക്ഷേ നമുക്ക് ഇതുവരെ പരിചയമില്ലാത്തതും ഇതുവരെയും നമ്മൾ നിർവഹിക്കാത്തതുമായ ഒരു നമസ്കാരം, സ്വലാത്തുൽ ഖൗഫ്, ഭയത്തിൻ്റെ നമസ്കാരം. അഥവാ നമസ്കരിക്കുമ്പോൾ വളരെ പേടിയുള്ള ഒരു സാഹചര്യം ഉണ്ടായി, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഏതു രൂപത്തിൽ നിസ്കരിക്കണം, അപ്പോഴും നിസ്കാരമുണ്ടോ, അല്ലെങ്കിൽ വലിയൊരു ഭാഗം നമുക്കതിൽ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിലൊന്ന് വിശദീകരിക്കാം. എല്ലാവരും ഓക്കെ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതിനു മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ ഓതിപ്പോകുമ്പോൾ കൂടെ ഓതാൻ ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا جناح عليكم إن طلقتم النساء ما لم تمسوهن أو تفرضوا لهن فريضة ومتعوهن على الموسع قدره وعلى المقتر قدره متاعا بالمعروف حقا على المحسنين وإن طلقتموهن من قبل أن تمسوهن وقد فرضتم لهن فريضة فنصف ما فرضتم إلا أن يعفون أو يعفو الذي بيده عقدة النكاح وأن تعفوا أقرب للتقوى ولا تنسوا الفضل بينكم إن الله بما تعملون بصير حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين. അൽഹംദുലില്ലാ നമ്മൾ 238 ആയത്ത് വരെ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 239 ആയത്താണ്. 239 അതിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്ന വാചകം فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ചെറിയ ഒരായത്ത്, വളരെ ചെറിയ ഒരായത്താണ്.
എന്നാൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കിതിൽ ചർച്ച ചെയ്യാനുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, കൂടെ ഓതാൻ നോക്കുക. ഫഇൻ ഖിഫ്തും ഫരിജാല فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ഓക്കെ, ഇതാണ് 239 ആയത്ത്. നമുക്കൊന്നുകൂടി അതിലെ പദങ്ങൾ കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകാം. വളരെ കെട്ടിക്കുടുക്കൊന്നുമില്ല, വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വാക്കുകൾ മാത്രമാണുള്ളത്. അതിൽ വേറൊരു കെട്ടിക്കുടുക്കം ഒന്നുമില്ല, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. എല്ലാവരും കൂടെ ഒതുക്കുക. ഫ ഇൻ ഖിഫ്തും, ഫ എന്നാണ്, വ ഇൻ അല്ല. ഫ ഇൻ ഖിഫ്തും, അതായത് നേരത്തെ പറഞ്ഞ ആയത്തിനോട് ചേർത്തിട്ട് അപ്പോൾ എന്നുള്ളൊരു പ്രയോഗം കൂടി വെച്ചിട്ട്, അല്ലെങ്കിൽ എന്നാൽ എന്നൊരു പ്രയോഗം കൂടി വെച്ചിട്ട് പറയണം. കാരണം ഇതിനു മുമ്പ് നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു, ആ നിസ്കാരം ഖൂമുലില്ലാഹി ഖാനിത്തി എന്നുള്ള പ്രയോഗം പറഞ്ഞു. അതേപോലെ തന്നെ എന്താണ് സ്വലാത്തുൽ ഉസ്ത എന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞു. ആ വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതിൽ നിസ്കാരം എന്താണ്, നിസ്കാരം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്, അതേപോലെ തന്നെ പിന്നെ ഈ അസ്ർ നമസ്കാരത്തിൻ്റെ പ്രാധാന്യം, ഇങ്ങനത്തെ ഭാഗങ്ങളൊക്കെ വിശദീകരിച്ചു. എന്നിട്ട് ആ നിസ്കാരം കൃത്യമായിട്ട്, ഒരു നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ഖുശൂവോടുകൂടി, ഭയഭക്തിയോടുകൂടി നിസ്കരിക്കുക, സ്വസ്ഥമായി നിസ്കരിക്കുക എന്നുള്ളത്. എന്നാൽ അങ്ങനെ നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണെങ്കിൽ എന്ത്, അപ്പം എങ്ങനെയാണ് നിർവഹിക്കേണ്ടത്? ഇതാണ് കാര്യമായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം ശ്രദ്ധിക്കണേ. ഫ ഇൻ ഖിഫ്തും, ഫ ഇൻ ഖിഫ്തും, ഫരിജാലൻ ഔ റുക്ബാന. ഫരിജാലൻ എന്നാട്ടോ, ഫ റജാലൻ എന്ന് പറയാൻ പാടില്ല. റജുലല്ല, രിജിലാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. റജുല് എന്ന് പറഞ്ഞാൽ പുരുഷൻ എന്നാണ് റജുലിൻ. രിജില് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ എന്താ അർത്ഥം? ആർക്ക് പറയാൻ പറ്റുക? രിജില് ഇതിലുണ്ടോ? ഉത്തരം പറയാൻ കഴിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് വേഗം കമൻറ്റ് ബോക്സിൽ വരും. രിജില് ആർക്കും പറയാം. രിജില്. റജുലുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ എന്നാണ്. രിജില് എന്ന് പറഞ്ഞാൽ എന്താ? അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയട്ടോ, സമയം കളയല്ലേ. ഉത്തരം പറയണില്ല. 1 2 3 4. ആ ഓക്കെ. ഒരു കാലാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതെ അതെ, കാലാണ്. രിജില് എന്ന് പറഞ്ഞാൽ കാല് എന്നാട്ടോ. റജുല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷൻ എന്നാണ്. രിജില് എന്ന് പറഞ്ഞാൽ കാല് എന്നാണ്. അപ്പോൾ ഫരിജാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാൽനടയായിട്ട് എന്നുള്ളത് കേട്ടോ, നടന്നുകൊണ്ട് എന്നുള്ള അർത്ഥമാണ്. ഒന്നും കൂടി പോതാം. فإن خفتم فرجالا أو ركبانا فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ഓക്കെ, ഇതാണ് ആയത്ത്. ഇനി നമ്മൾ ഇതിൻ്റെ അർത്ഥത്തിലേക്ക് വരികയാണ്. നേരെ ശ്രദ്ധിക്കുക. ഇതിന് മുമ്പുള്ള വാചകങ്ങൾ കൂടി മനസ്സിലാക്കുമ്പോഴാണ് എന്ത് ചെയ്യുക, നമുക്കിത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. കാരണം ഇതിന് മുമ്പുള്ള ആയത്തുകളിൽ കൃത്യമായിട്ട് പറഞ്ഞു
ഹാഫിദു അല സ്വലവാത്തി വസ്വലാത്തിൽ ഉസ്ത. നിങ്ങൾ എന്ത് ചെയ്യണം? ആ ഹാഫിദു എന്നുള്ള പ്രയോഗം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. എന്തിനെ? നമസ്കാരം നിങ്ങൾ കാത്തു സൂക്ഷിക്കണം. നമസ്കാരം കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ നമസ്കാരത്തിൻ്റെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനൊരു ടൈമുണ്ട്, ആ ടൈം അനുസരിച്ച് പോകണം, അങ്ങനെ കുറേ വിഷയങ്ങൾ പറഞ്ഞല്ലോ. എന്നിട്ട് പറഞ്ഞു സ്വലാത്തുൽ ഉസ്ത, മധ്യമ നമസ്കാരം നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് വക്കൂമുലില്ലാഹി ഖാനിത്തീൻ, നിങ്ങൾ എന്ത് ചെയ്യണം? ഖാനിത്തായിട്ട് നിൽക്കണം. അവിടെയാണ് നമ്മളെന്ത് കുറച്ച് കാര്യങ്ങൾ കൂടി വിശദീകരിച്ചു. തുമൈനീനത്തുണ്ടാവണം, അതുപോലെ തന്നെ പിന്നെ സമയം കൃത്യമായിട്ടാവണം, അതുപോലെ തന്നെ പിന്നെ വഴിക്ക് വഴിയായിട്ട് തർത്തീബോട് കൂടി ചെയ്യണം. അങ്ങനെ കുറേ വിഷയങ്ങൾ നമ്മൾ വിശദീകരിച്ചു. എന്നിട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില ആളുകൾക്ക് ഇതൊന്നും, ഈ നിയമങ്ങളൊന്നും പാലിക്കേണ്ടതില്ലാത്തൊരു സമയമുണ്ടെന്നാണ് പറയുന്നത്. അപ്പം നിസ്കരിക്കുമ്പോൾ എന്ത് ചെയ്യണം? കിബിലയുടെ ഭാഗത്തേക്ക് തിരിയുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാൽ കിബിലയുടെ ഭാഗത്തേക്ക് നിങ്ങളൊരു സമയത്ത് തിരിയണ്ട. നിന്നുകൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഭയഭക്തി റുക്കുവും സുജൂദൊക്കെ എങ്ങനെയാവണം? അനങ്ങാൻ പാടില്ല. ഇങ്ങനെയൊക്കെ ഉണ്ട് നിയമം. ഖിയാമെന്ന് പറഞ്ഞാൽ നിൽക്കുക എന്നാണ്, അവിടെ നടക്കുക എന്നുള്ളതല്ല. എന്നാൽ നിങ്ങൾക്ക് നടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ? ചെയ്യേണ്ട ഒരു സമയമുണ്ട്. ഇതാണ് ഇനി പറയാൻ പോണത്. ഫ ഇൻ ഖിഫ്തും, ഖാഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയപ്പെട്ടു എന്നാണ്. ഖൗഫുൻ എന്ന് പറഞ്ഞാൽ ഭയം. ഫ ഇൻ ഖിഫ്തും, ഇനി നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ. ഫ എന്നാൽ ഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ. ഇനി നിങ്ങൾ ഭയപ്പെടുകയാണ്. എന്ത് ഭയപ്പെടുക? ശത്രുക്കളുടെ കാര്യം, ശത്രുക്കളുടെ ആക്രമണം നിങ്ങൾ ഭയപ്പെടുകയാണ്. ശത്രുക്കൾ വന്ന് ആക്രമിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫ റിജാലൻ ഔ റുക്ബാന. ഫ അപ്പോൾ റിജാലൻ, നിങ്ങൾ എന്ത് ചെയ്യുക? കാൽനട യാത്രയായിക്കൊണ്ട്, കാൽനടയിലായിക്കൊണ്ട്, നടന്നുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ? നിസ്കരിച്ചോ. ഔ അല്ലെങ്കിലോ റുക്ബാന. റക്കിബ എന്ന് പറഞ്ഞാൽ വാഹനം കയറിയുന്ന, മർക്കബ് വാഹനം അല്ലെ, മർക്കബ് വാഹനം. റുഖ്ബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനം കയറിക്കൊണ്ട്, അതായത് വാഹനത്തിലായിക്കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോളിയും? നിസ്കരിച്ചോളിയും. ഒന്നുകൂടി പറയാം, ഒന്നാമത്തെ ഭാഗമാണ് ഫ ഇദാ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന. ഫ ഇൻ ഖിഫ്തും, എന്നാൽ നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ. ഫ എന്നാൽ ഇൻ ഖിഫ്തും, ഖാഫ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു, ഖിഫ്തും നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ. ഫ റിജാലൻ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? റിജിലിലായിക്കൊണ്ട്, നടന്നുകൊണ്ട് എന്ത് ചെയ്യുക? നിങ്ങൾ മുന്നോട്ട് പോകുക. ഔ അല്ലെങ്കിലോ റുഖ്ബാന, നിങ്ങൾ വാഹനം കയറിക്കൊണ്ട് എന്ത് ചെയ്തോളൂ? വാഹനത്തിലായിക്കൊണ്ട് നിങ്ങൾ നിസ്കരിച്ചോ. ഒന്നുകിൽ നിങ്ങൾ നടന്നുകൊണ്ട് നിസ്കരിക്കുക, അല്ലെങ്കിൽ വാഹനത്തിൽ കയറിക്കൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക. കുഴപ്പമില്ല. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഫ ഇദാ അമിൻതും, ഫ ഇദാ അമിൻതും, എന്നാൽ നിങ്ങൾ സമാധാനപ്പെട്ടാൽ, നിർഭയമായാൽ. അമിന എന്ന് പറഞ്ഞാൽ അമ്ന്, നിർഭയത്വം. അമ്ന്, ആ ഒരു വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അമ്ന്, നിർഭയത്വം. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു അമ്ന് എന്നുള്ളതിനെ കുറിച്ച്. ഫ ഇദാ അമിൻതും, നിങ്ങൾ നമ്മൾ പിന്നെ ഒരു എന്താണ്, കിബില മാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറഞ്ഞപ്പോഴാണ് എൻ്റെ ഒരു ഓർമ്മ അമിൻതും എന്നുള്ള പ്രയോഗം പറഞ്ഞിട്ടുണ്ടായി. അപ്പോൾ ഇവിടെ ഫ ഇദാ അമിൻതും, ഇനി നിങ്ങൾ നിർഭയരായിരിക്കുകയാണെങ്കിൽ, നിങ്ങൾക്ക് അമ്ന് കിട്ടിയാൽ, നിർഭയത്വം കിട്ടിയാൽ, നിങ്ങൾ നിർഭയരായിക്കൊണ്ട് പോകുകയാണെങ്കിൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഓർമ്മിക്കണം. ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അല്ലാഹനെ ഓർമ്മിക്കണം. കമാ അല്ലമക്കും, അവൻ നിങ്ങൾക്ക് പഠിപ്പിച്ചതുപോലെ, അറിവ് നൽകിയതുപോലെ. മാലം തകൂനു തഅലമൂൻ, മാലം തകൂനു, നിങ്ങൾ ആയിരുന്നില്ലാത്തത്. മാ ഒന്ന്, ലം തകൂനു, കാന യകൂനു തകൂനു, നിങ്ങളായിരുന്നില്ലാത്തത്. തഅലമൂൻ, നിങ്ങൾക്ക് അറിയാതിരുന്നത്, അഥവാ നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം അള്ളാഹു നിങ്ങൾക്ക് പഠിപ്പിച്ചത് പ്രകാരം നിങ്ങൾ അവനെ സ്മരിച്ചോ. ഫ ഇദാ അമിൻതും, നിങ്ങൾ നിർഭയരായിരിക്കുകയാണെങ്കിൽ ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഓർമ്മിക്കണം. കമാ അല്ലമക്കും, നിങ്ങളെ പഠിപ്പിച്ചതുപോലെ. അഥവാ എങ്ങനെയാണോ നിങ്ങളോട് നിസ്കാരം പറഞ്ഞത് അതേപോലെ നിങ്ങൾ നിസ്കരിക്കണം. അള്ളാഹ് നിങ്ങളെ പഠിപ്പിച്ചൊരു രൂപം ഉണ്ടല്ലോ, അള്ളാഹു ആണല്ലോ നിസ്കാരം പഠിപ്പിക്കണത്. എങ്കിൽ അതേപോലെ നിങ്ങൾ നിർഭയരായി, ശത്രുവിൻ്റെ ഉപദ്രവമില്ല, വേറെ പ്രയാസങ്ങളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ സ്വസ്ഥമായിട്ട് എന്ത് ചെയ്യണം? അള്ളാഹ് പഠിപ്പിച്ചതുപോലെ ചെയ്യണം. മാലം തകൂനു തഅലമൂൻ, അതാകട്ടെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾക്ക് അറിയാത്ത കാര്യം എന്ത് ചെയ്യുക? നിങ്ങൾക്ക് അള്ളാഹ് പഠിപ്പിച്ചെന്നല്ലോ, അതേപോലെ നിങ്ങളത് നിർവഹിക്കണം. ആയത്ത് മനസ്സിലായിട്ടുണ്ടോ? ഇല്ലേ? ഇനി വിശദീകരിക്കണോ? ആയത്ത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ എന്ന് പറയും, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയും.
ഓക്കെ, ഇനി എന്നാൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലേക്ക് വരികയാണ്. നേരെ ശ്രദ്ധിച്ചോ. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു പക്ഷേ നമ്മൾ ഇന്ന് വരെ നിസ്കരിക്കാത്ത ഒരു നിസ്കാരമായിരിക്കും, അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല അങ്ങനത്തെ ഒരു പരീക്ഷണം നമുക്ക് വരുത്തിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മളൊക്കെ സ്വസ്ഥമായി സമാധാനപൂർണ്ണമായി ആ അമ്നിൽ തന്നെയാണ്, നിർഭയത്വമായിക്കൊണ്ടാണ് നമ്മൾ നിർവഹിക്കുന്നത്. എന്നാൽ ഖൗഫിൻ്റെതായ പേടി, ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയപ്പാട്, അമ്ന് എന്ന് പറഞ്ഞാൽ നിർഭയത്വം, അല്ല, നിർഭയത്വം മനസ്സിലാവേണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹു നമ്മൾ രണ്ട് ഭാഗമാക്കിയിട്ടാണ് ഈ ഒരു ആയത്തിനെ പറയുന്നത്. ഫ ഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന. നേരത്തെ പറഞ്ഞു നിസ്കാരം നിങ്ങൾ എന്ത് ചെയ്യണം, ഹാഫിദു അലൈഹി സ്വലാത്തി വസ്സലാത്തിൽ വുസ്താ എന്നൊക്കെ പറഞ്ഞല്ലോ. അവിടെ നിങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുക, സൂക്ഷ്മത പാലിക്കുക, അതിലൊക്കെ പറഞ്ഞു. എന്നിട്ട് പറയണം ഫ ഇൻ ഖിഫ്തും, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ. നിങ്ങൾ നിസ്കാരത്തിൻ്റെ വിഷയം അഥവാ ശത്രുവിൻ്റെ ആക്രമണം നിങ്ങൾ നിസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ ഫരിജാലൻ ഔ റുക്ബാന, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ കാൽനടയായിക്കൊണ്ട് ചെയ്യുക, ഔ റുക്ബാന അല്ലെങ്കിൽ വാഹനത്തിൽ കയറിക്കൊണ്ട് ചെയ്യാം. ഇത് ഈ ഒരു ആയത്ത് അവതരിക്കാനുണ്ടായ സാഹചര്യം, അല്ലെങ്കിൽ ഇതുപോലുള്ള ചില പിന്നെ വിഷയങ്ങൾ അള്ളാഹു പറഞ്ഞ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശത്രുക്കൾ ഇങ്ങനെ കാത്തിരുന്നൊരു സമയം ഉണ്ടായിട്ടുണ്ട്. അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട് വേണമെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അതായത് ശത്രുക്കൾ പറയാണ്, നബിയും സഹാബിമാരും ഇപ്പം എന്ത് ചെയ്യും, ഇനി നിസ്കരിക്കാൻ വേണ്ടി നിൽക്കും, അപ്പം നമുക്ക് എന്ത് ചെയ്യുക, ഒരെ അടിച്ച് തൂഫാനാക്കാം. കാരണം ഓരോ നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ പിന്നെ ഒരു വേറൊന്നും ശ്രദ്ധിക്കൂല. അപ്പോൾ നമുക്ക് കയറി അറ്റാക്ക് ചെയ്യാമെന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അതിനെന്ത് ചെയ്യാണ്, എങ്ങനെയാണ് നിസ്കാരം ഉണ്ടാവേണ്ടത്, ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ടിട്ടല്ല, ഈ ആയത്തിൽ പറയണം, നിങ്ങൾ ഭയപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പിന്നെ കാൽനടയായോ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് നിസ്കരിക്കുക. അങ്ങനെയാണെങ്കിലും നിങ്ങൾ നിസ്കരിച്ചാൽ മതി. ഇനി ഇവിടെ നേരെ ശ്രദ്ധിക്കുക, എന്താണ് ഈ സ്വലാത്തുൽ ഖൗഫ്, ഭയത്തിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നേരെ ശ്രദ്ധിച്ചോ. യുദ്ധരംഗത്തോ മറ്റോ ജീവന് ഭീഷണിയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ നിർവഹിക്കുന്ന പ്രത്യേക രൂപത്തിലുള്ള നമസ്കാരമാണ് ഭയത്തിൻ്റെ നമസ്കാരം. ഒരു പ്രത്യേക നിസ്കാരമല്ല ശരിക്കത്, നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെ. പക്ഷേ അത് യുദ്ധരംഗത്താകുമ്പോൾ നമ്മളിപ്പോൾ നിസ്കരിക്കുന്നത് പോലെ ആവൂല അതിൻ്റെ നിസ്കാരം. അല്ലെങ്കിൽ നമ്മുടെ ജീവന് ഭീഷണിയുള്ളൊരവസ്ഥ, പെട്ടെന്നൊരു സുനാമി അടിക്കണം, അല്ലെങ്കിൽ ഒരു പിന്നെ ഭൂകമ്പം ഉണ്ടാവുകയാണ്, അല്ലെങ്കിൽ ഒരു കത്തി അമരുകയാണ്, അല്ലെങ്കിൽ ആകെ ഒരു പിന്നെ എന്താണ് തീപിടുത്തം ഉണ്ടാവുകയാണ്. ഇങ്ങനത്തെ ഒക്കെ ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പിന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടായി, ഇങ്ങനത്തെ ഒക്കെ അവസ്ഥകളൊക്കെ ഉണ്ടാകുമ്പോഴും നിസ്കാരം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ. അവിടെ ഒഴിവാക്കാൻ, യുദ്ധരംഗം എന്ന് പറഞ്ഞാൽ എന്താ ശരിക്ക്, ശത്രുക്കളെ നമ്മൾ ഏത് സമയത്തും ഇങ്ങനെ ആക്രമിക്കാൻ കാത്തു നിൽക്കുന്ന, നമ്മുടെ പിന്നെ ജീവന് ഇല്ലാതാക്കാൻ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ആ സമയത്തും എന്തുണ്ട്, നിസ്കാരമുണ്ട്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു തആല ചില കാര്യങ്ങൾ നമ്മൾ അറിയിക്കണം. അതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. എന്താണ് ഈ ഒരു നിസ്കാരം, എപ്പോഴാണ് നിസ്കരിക്കേണ്ടത്, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് പറയാം. എപ്പോഴാണ് ഇത് നിർവഹിക്കുക, നേരെ ശ്രദ്ധിക്കണേ. കുറച്ച് ഭാഗങ്ങളായിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞു പോകണം. എപ്പോഴാണ് നിർവഹിക്കുക എന്ന് ചോദിച്ചാൽ അതിൽ ഒന്നാമത്തെ വിഷയം, യുദ്ധമുഖത്ത് ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണം പ്രതീക്ഷിക്കുന്ന സമയം. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ തന്നെ ശത്രുക്കൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയം, വിശ്വാസികൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ആ സമയത്ത് നിസ്കരിക്കുക. അപ്പം എന്തില്ല, സാധാരണ നിസ്കാരം തന്നെ നിസ്കരിക്കണം. എന്നാൽ ശത്രുക്കൾ എന്ത് ചെയ്യണം, ഏത് സമയത്തും ആക്രമിക്കും എന്ന് തോന്നുന്ന അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അപ്പം എന്ത് ചെയ്യുക, സ്വലാത്തുൽ ഖൗഫ് എന്ന നിലക്ക് നിസ്കരിക്കാം. അഥവാ സാധാരണ നിസ്കാരം തന്നെ സാധാരണ രൂപത്തിൽ നിസ്കരിക്കുന്നതിന് പകരമായി വേറൊരു രൂപത്തിൽ, ആ രൂപം എന്താണെന്നുള്ളത് നമുക്ക് വിശദീകരിക്കാം. ആ രൂപമുണ്ട്, ചെറിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. യുദ്ധമുഖത്ത് ശത്രുക്കളുടെ പെട്ടെന്നുള്ള ആക്രമണം പ്രതീക്ഷിക്കുന്ന സമയത്താണെങ്കിൽ ഈ രൂപത്തിലാണ് നിർവഹിക്കേണ്ടത്. ഇനിയോ ഇത് ശത്രുക്കളിൽ നിന്നോ വന്യമൃഗങ്ങളിൽ നിന്നോ രക്ഷപ്പെട്ടു പോകുമ്പോൾ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, ആ സമയത്തും ഈ പറഞ്ഞ കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. പറയുന്നത് മനസ്സിലാവുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. അതായത് ശത്രുക്കളിൽ നിന്നോ വന്യമൃഗങ്ങൾ, നമ്മൾ ഒരു വന്യമൃഗം ആക്രമിക്കാൻ വേണ്ടി വന്നു, നമ്മൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊതുവെ നിസ്കാരം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ അനുവാദമുണ്ട്. എന്നാൽ അത്ര വലിയൊരു പ്രശ്നം തന്നെ നമ്മളെ പിന്നെ ശരീരത്തെ ബാധിക്കുന്നതല്ല എങ്കിലും എന്ത് ചെയ്യാന്ന് വെച്ചിട്ട് നമുക്ക് നടന്നുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം, നമുക്ക് നിർവഹിക്കാം. ഇത് പറയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വലിയ കടുവയെ അല്ലെങ്കിൽ സിംഹം ഒന്നും വരണമെന്നില്ല. നമ്മൾ നിസ്കരിച്ചു കൊണ്ടിരിക്കെ ഒരു പക്ഷേ നമ്മുടെ ശരീരത്തിന് പ്രയാസപ്പെടുത്തുന്ന രൂപത്തിൽ വല്ല ജീവികളും ഇങ്ങനെ അഴിഞ്ഞു വരുന്നുണ്ട് തോന്നിക്കോ. അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എല്ലാം അവിടെ നിന്ന് എന്ത് ചെയ്യുക, ബാക്കിലേക്ക് ഇങ്ങനെ പോകാം. അവിടെ പിന്നെ കൈ ഒഴിവാക്കിയിട്ട് തിരിഞ്ഞു ഓടുക എന്നുള്ളതല്ല, മറിച്ച് അവിടെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും അങ്ങോട്ട് മാറി നിന്ന് നിസ്കരിക്കാം.
ഒന്ന് ബാക്കിലേക്ക് വരാം, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് മാറി നിസ്കരിക്കുന്നതിന് തെറ്റില്ല. അതാണ് ഈ സ്വലാത്തുൽ ഖൗഫ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഭാഗമാണ് സൂചിപ്പിക്കുന്നത്. ഇനിയോ മറ്റൊന്നുള്ളത്, പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ മൂലം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സാധാരണ പോലെ നമസ്കരിക്കാനുള്ള സമയം ലഭിക്കാത്ത അവസ്ഥയിൽ. അതായത് അവിടെ നമ്മൾ എല്ലാവരും ഇപ്പോൾ പിന്നെ വയനാട്ടിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. അപ്പോൾ ആ സമയത്ത് എല്ലാവരും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില ആൾക്കാർ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എങ്കിൽ ആ രക്ഷപ്പെട്ട ആളുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഞാൻ എൻ്റെ നിസ്കാരമൊക്കെ കഴിഞ്ഞു, എന്താ സുബൈൻ്റെ ടൈമൊക്കെ ഉണ്ടായിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാലോ, ആ സമയം രാത്രിയാണ് ആ ഒരു പ്രശ്നം ഉണ്ടായത്. അള്ളാഹു അങ്ങനത്തെ പ്രയാസങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ സമൂഹത്തേക്ക് കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പറഞ്ഞു വന്നിട്ട് ചുരുക്കം എന്താ വെച്ചാൽ, അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്ന സമയത്ത് ഇനി നിസ്കരിക്കണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. അവരൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ സുബൈൻ്റെ സമയമാണോ, നിസ്കരിക്കണം. അങ്ങനെ എന്ത് ചെയ്യണം, അവർ നമസ്കാരത്തിൻ്റെ വിഷയത്തിലുണ്ടാകണം. അത് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴാണ് നിർവഹിക്കുക എന്ന് ചോദിച്ചാൽ, ഒന്ന് യുദ്ധ സാഹചര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അല്ലെങ്കിൽ ശത്രുക്കളിലോ അല്ലെങ്കിൽ വന്യമൃഗങ്ങളോ നമ്മൾ എന്ത് ചെയ്യുക, അവർ നമ്മൾ രക്ഷപ്പെട്ട് ഓടുന്ന സമയത്ത് നിസ്കാരത്തിൻ്റെ സമയം നമ്മൾ നിസ്കരിക്കണം. അതേപോലെ തന്നെ എന്നാൽ ഫുൾ ടൈം നമ്മളെല്ലാം പാലിച്ചുകൊണ്ട് നിസ്കരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ പറ്റൂല. ചിലപ്പോൾ നമ്മൾ വാഹനത്തിലായിരിക്കും, അപ്പോൾ വാഹനത്തിൽ കഴിയുന്ന രൂപത്തിൽ നിസ്കരിച്ചാൽ മതി. അല്ലാതെ അവിടുന്ന് ഇറങ്ങി മുസല്ലൊക്കെ വിരിച്ച് ഒതൊക്കെ എടുത്ത് എന്ന് ചെയ്യുമ്പോഴേക്കും എന്ത് ചെയ്യും, നമ്മളെ തട്ടി ഒരു പോകും. അപ്പോൾ അതില്ലാതിരിക്കാൻ കഴിയുന്ന രൂപത്തിൽ നമ്മൾ നിർവഹിക്കണം. ഇനിയോ പ്രകൃതി ദുരന്തങ്ങളോ മറ്റോ മൂലം ജീവൻ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അങ്ങനത്തെ അവസ്ഥയിലും ഇത് അനുവദിക്കപ്പെട്ടതാണ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എങ്ങനെയാണ് നിർവഹിക്കുക, ഇത് ഏത് രൂപത്തിലാണ് ഈ ഭയത്തിൻ്റെ നമസ്കാരം അല്ലെങ്കിൽ സ്വലാത്തുൽ ഖൗഫ് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത്? ഭയത്തിൻ്റെ തോതനുസരിച്ച് ഇതിൻ്റെ രൂപത്തിൽ വ്യത്യാസമുണ്ട്. എല്ലാ സ്വലാത്തുൽ ഖൗഫും ഒന്നല്ല, ചില വ്യത്യാസങ്ങളുണ്ട്. അഥവാ ശത്രുക്കൾ മുന്നിൽ നിൽക്കുന്ന സമയത്തുള്ള സ്വലാത്തുൽ ഖൗഫല്ല, ശത്രുക്കൾ പിന്നിലാകുന്ന സമയത്തുണ്ടാകാം. അഥവാ നമ്മൾ നേർക്കുനേരെ നിൽക്കുമ്പോൾ അത് വേറെ രൂപത്തിലാണ്. ശത്രു അവിടെയും നമ്മൾ ഇപ്പുറത്ത് ഇങ്ങോട്ട് തിരിഞ്ഞിക്കുകയാണ്, അല്ലെങ്കിൽ കിബില എങ്ങോട്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ അപ്പം എങ്ങനെയാണ്, അല്ലെങ്കിൽ പിന്നെ ശത്രു വരുന്ന സമയത്ത് നമ്മളെ ആക്രമിക്കാൻ വേണ്ടി വരികയാണെങ്കിൽ എങ്ങനെയാണ്. ഇങ്ങനെ ചില വ്യത്യാസങ്ങളുണ്ട്. അതിൽ പ്രധാനമായിട്ടും രണ്ട് വ്യത്യാസങ്ങൾ, ഒന്ന് വ്യക്തിപരമായിട്ടും അതേപോലെ തന്നെ സംഘടിതമായിട്ടും. അതെന്തൊക്കെയാണെന്നുള്ളത് കേട്ടോളൂ. സംഘമായുള്ള അഥവാ ജമാഅത്തായുള്ള രൂപം, നേരെ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിക്കുക. സൈന്യത്തെ രണ്ട് സംഘമായി തിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത കാര്യമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അഹ്സാബ് യുദ്ധത്തിൻ്റെ സമയത്ത് സത്യവിശ്വാസികളെ, സ്വഹാബിമാരെ രണ്ട് സംഘമാക്കി മാറ്റി. എന്നിട്ട് ഇമാം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തെ സംഘത്തിന് ഒരു റക്കാത്ത് നമസ്കരിച്ചു. ആ സമയം രണ്ടാമത്തെ സംഘം ആയുധങ്ങളുമായി ശത്രുക്കൾക്ക് നേരെ കാവൽ നിൽക്കും, ഒരു വരുന്നുണ്ടോ നോക്കിയിരിക്കും. എന്നാൽ ആദ്യ സംഘം ഒരു റക്കാത്ത് കഴിഞ്ഞാൽ ഓരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മെല്ലെ ബാക്കിലേക്ക് നിൽക്കും. ഒരു നിസ്കാരം കഴിഞ്ഞിട്ടൊന്നുമില്ല, ഒരു നല്ല ബാക്കിലേക്ക് നിൽക്കും. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു കാവലിൻ്റെ ഭാഗത്തായിട്ട് നിൽക്കും. രണ്ടാമത്തെ സംഘം വന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു നിസ്കരിക്കും, ഒരു ഇമാമിൻ്റെ കൂടെ കൂടും. അപ്പോഴേക്ക് ഇമാമിൻ്റെ രണ്ടാമത്തെ റക്കാത്തായിട്ടുണ്ടാകും. എന്നാൽ ആ വന്ന ആൾക്കാർക്കോ ഒന്നാമത്തെ റക്കാത്താണ്. ആദ്യം വന്ന ആൾക്കാർക്ക് ഒരു റക്കാത്തേ കിട്ടിയിട്ടുള്ളൂ, അവർ മാറി നിന്നു. എന്നിട്ട് പിന്നെ അവരെന്ത് ചെയ്യണം, ഒറ്റക്ക് നിസ്കരിക്കണം, ഒറ്റക്കായിട്ട് നിസ്കരിക്കാം. രണ്ടാമത്തെ ടീം വന്നു, അവരെന്ത് ചെയ്യുന്നു വെച്ചാൽ അവർക്ക് ഇമാമിൻ്റെ രണ്ടാമത്തെ റക്കാത്താണ് കിട്ടിയത്. നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. ഇമാമിൻ്റെ രണ്ടാമത്തെ റക്കാത്ത് അവർക്ക് കിട്ടി. അപ്പോൾ അവരെന്ത് ചെയ്തു വെച്ചാൽ അവർ ആ നമസ്കാരം നിസ്കരിക്കുക. എന്നിട്ട് ഇമാമ സലാം വീട്ടും, പക്ഷേ അവരെന്ത് ചെയ്യുന്നത് വെച്ചാൽ ഒറ്റക്ക് എന്ത് ചെയ്യണം, വീണ്ടും നിസ്കരിക്കണം. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഘമായുള്ള ജമാഅത്തായിട്ടുള്ള രൂപമാണ്. അഥവാ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല, ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റും. അത് നിങ്ങളും എല്ലാ സൈഡിൽ കൂടി പോയിട്ട് നിസ്കരിച്ചിട്ട് പോകുന്നോളിയും എന്ന് നബി പറഞ്ഞിട്ടില്ല. മറിച്ച് വിശ്വാസികൾ ഒരുമിച്ച് നിസ്കരിക്കണം, അത്രയും ഗൗരവതിനുണ്ട്. എന്നാൽ ഈ ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ പോലും ആയുധം കയ്യിൽ വെക്കാം. കാരണം എന്താ, ശത്രുക്കൾ അവിടെ ഇങ്ങനെ നിൽക്കണം, ഒരിങ്ങനെ കാത്തു നിൽക്കുകയാണ്. ഒരു ചാൻസ് കിട്ടിയാൽ അപ്പം ആക്രമണം അവരഴിച്ചുവിടും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുന്നതിന് മുമ്പ് നിസ്കരിക്കണം. ഇവിടെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. രണ്ട് ടീമാക്കി, രണ്ട് സംഘങ്ങളാക്കി. ഒന്നാമത്തെ സംഘം എന്ത് ചെയ്യും, നബിൻ്റെ കൂടെ നിസ്കരിക്കാൻ നിൽക്കും. അപ്പോൾ രണ്ടാമത്തെ സംഘം എന്ന് വെച്ചാൽ അവരിങ്ങനെ ശത്രുക്കൾ നോക്കി നിൽക്കും, ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കും, അവരുമായിട്ട് ഇങ്ങനെ റെഡിയായി നിൽക്കും. അങ്ങനെ ഒന്നാമത്തെ സംഘം ഒരു റക്കാത്ത് കഴിഞ്ഞാൽ ഒരു മെല്ലെ ബാക്കിലേക്ക് നിൽക്കും. അപ്പോൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ സംഘം നേരെ മുന്നിലേക്ക് വരും. ഓരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒറ്റ നബിൻ്റെ കൂടെ രണ്ടാമത്തെ റക്കാത്ത് ഒരുക്ക് കിട്ടും. അപ്പോഴേക്കും ഒന്നാമത്തെ സംഘം മാറിയിട്ട് അവരൊറ്റക്ക് നിസ്കരിക്കും. രണ്ടാമത്തെ സംഘം എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നബിൻ്റെ കൂടെ ഒരു റക്കാത്ത് നിസ്കരിക്കും. പിന്നെ അവരെന്ത് ചെയ്യും, അവരുടേതായ ബാക്കി റക്കാത്തുകൾ അവർ പൂർത്തീകരിക്കുകയും ചെയ്യും. ഈ രൂപമാണ് സംഘമായുള്ള ജമാഅത്തായിട്ടുള്ള സ്വലാത്തുൽ ഖൗഫ്.
മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. ഇനി ഇതല്ലാത്ത ഒരു രൂപമുണ്ട്. അതിതീവ്രമായ ഭയമുള്ളപ്പോൾ, അഥവാ യുദ്ധം കൊടുമ്പിരി കൊള്ളണം, രണ്ട് ടീമാകാൻ ഇതിനൊന്നും ടൈമില്ല. ഏത് സമയത്ത് ശത്രുവിൻ്റെ അക്രമം വരും, നമ്മൾ മാറി നിന്ന് കഴിഞ്ഞാൽ നിസ്കാരം മിസ്സാവും ചെയ്യും. എങ്കിൽ സംഘമായി നമസ്കരിക്കാൻ പോലും കഴിയാത്ത വിധം യുദ്ധം രൂക്ഷമാവുകയോ ജീവൻ രക്ഷിക്കാൻ ഓടുകയോ ചെയ്യുന്ന ഘട്ടമാണെങ്കിൽ കാൽനടയായോ വാഹനത്തിലോ ഇരുന്ന് സ്വന്തമായി നമസ്കരിക്കാം. ഇത് രണ്ടും മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? മറ്റേതെന്താ വെച്ചാൽ നമുക്ക് ടൈമുണ്ട്, രണ്ട് ടീമാക്കാൻ ടൈമുണ്ട്, ഒരാടെ മാറി നിൽക്കുകയാണ്, യുദ്ധം തുടങ്ങിയിട്ടില്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. പക്ഷേ ഏത് സമയത്തും വരാം, ഏത് സമയത്തും അവർ വരും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ രണ്ട് ടീമാക്കിയിട്ടൊക്കെയാണ്. എന്നാൽ വന്നു, യുദ്ധം തുടങ്ങി, അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അവിടെ എന്തുണ്ട്, നിസ്കാരത്തിൻ്റെ ടൈം ആയിക്കഴിഞ്ഞാൽ അപ്പോഴും നിസ്കാരമുണ്ട്. അതെങ്ങനെ? അവിടെ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി സുജൂദ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സുജൂദ് തല പൊക്കാൻ തല ഉണ്ടാവില്ല. അപ്പം എന്ത് വെച്ചാൽ കഴിയുന്ന രൂപത്തിൽ നമ്മൾ നടന്നിട്ടാണ് നിസ്കരിക്കാൻ പറ്റുക, നടന്നിട്ട്, ഓടിയിട്ടാണോ എന്നാൽ ഓടിയിട്ട്, ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം. ഇത് ക്ലിയർ ആണോ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ? ഒന്നൊരു പ്രതികരണം ഒന്നും അറിയിക്കുക എല്ലാവരും. മനസ്സിലാവണുണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയും, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയും. ഓക്കെ, ക്ലിയർ ആണല്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ഓക്കെ, എന്നാൽ ഇതിൽ കുറച്ച് ഭാഗങ്ങൾ കൂടി നമുക്ക് എന്ത് ചെയ്യാനുണ്ട്, വിശദീകരിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ നോക്കിക്കോളൂ, എന്താണ് ഇനി അടുത്തത്. ഈ നമസ്കാരത്തിലെ പ്രധാന ഇളവുകളുണ്ട്. നമ്മൾ സാധാരണ നിസ്കാരത്തിന് കുറേ നിബന്ധനകളുണ്ട് അല്ലെ, ഷർത്തുകളും ഫർളുകളൊക്കെ ഉണ്ടല്ലോ. എന്നാൽ പലതും ഇതിലൊഴിവാണ്. സ്വലാത്തുൽ ഖൗഫിൽ ഞാൻ നേരത്തെ നേരെ മനസ്സിലാക്കുക, സ്വലാത്തുൽ ഖൗഫ് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക നിസ്കാരമൊന്നുമല്ല, മറിച്ച് നമ്മൾ നിസ്കരിക്കുന്ന നിസ്കാരം തന്നെ. പക്ഷേ അതെന്ത് ചെയ്യും, ഒരു പ്രത്യേക രൂപത്തിൽ നിസ്കരിക്കുക, ചില ഇളവുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിസ്കരിക്കുക. എന്തൊക്കെയാണ് ആ ഇളവുകൾ എന്ന് കണ്ടോളിട്ടോ. ഒന്നാമത്തത്, സാധാരണ നമസ്കാരത്തിന് കഅബയുടെ നേരെ തിരിയൽ നിർബന്ധമാണ്. എന്നാൽ സ്വലാത്തുൽ ഖൗഫിൽ സാധ്യമല്ലെങ്കിൽ ഏത് ദിശയിലേക്ക് തിരിഞ്ഞും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ ശത്രുള്ള ദിശയിലേക്ക് നമസ്കരിക്കാം. അതിപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കിബില എന്ന് വിചാരിച്ചോ, പക്ഷേ ശത്രു ഇപ്പുറത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, തിരിച്ചു വന്ന് ആക്രമിക്കും. അപ്പോൾ അവിടെ നമ്മൾ തിരിഞ്ഞു നിന്നിട്ട് തന്നെ നിസ്കരിക്കാം. കിബില അവിടെ ആയിരിക്കും, പക്ഷേ നമ്മൾ ശത്രുവിൻ്റെ നേർക്ക് നേരെ നിന്നിട്ട് നിസ്കരിക്കാം. കാരണം അപ്പോഴാണ് അവൻ വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത്, നമ്മൾ നിസ്കാരത്തിൽ തന്നെ അങ്ങോട്ട് നോക്കാം, അത് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളത് നോക്കാം, പ്രശ്നമില്ല. അപ്പോൾ നിസ്കരിക്കാം. ആ ഒരു ഇളവ് നമുക്കുണ്ട്. അവിടെ എന്തില്ല, കിബിലയുടെ ഭാഗത്തേക്ക് തിരിയണം എന്നില്ല. ഇവിടെ ഒരു ചോദ്യം, ആദ്യം പറഞ്ഞതിൽ രണ്ട് വിഭാഗവും രണ്ട് സ്ഥലത്ത് ഒരേ ടൈം ആവില്ലേ അപ്പോൾ നിസ്കാരം? ഇല്ല, അവിടെ എന്താ വെച്ചാൽ ഒറ്റക്കൊറ്റക്കായിട്ടാണ് അവർ നിസ്കരിക്കണത്. ഒരു കുറച്ചു നേരം വെയിറ്റ് ചെയ്യുക, മറ്റോരെ കഴിയുന്നത് വരെ അവർ വെയിറ്റ് ചെയ്യും. ഒരുമിച്ചല്ല നിസ്കരിക്കുക, ഒരുമിച്ചല്ല മാറി നിൽക്കും. കാരണം ശത്രുക്കൾ അവിടെ ഉണ്ട്, അപ്പോൾ ഇവർ എന്ത് ചെയ്യും, കാത്തു നിൽക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പിന്നെയാണ് നിസ്കാരം ഉണ്ടാകുക. ഓക്കെ, അത് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കിബില എന്തല്ല, നിർബന്ധമില്ല, കിബിലയുടെ ഭാഗത്തേക്ക് തന്നെ തിരിയണം എന്നില്ല സ്വലാത്തുൽ ഖൗഫിൻ്റെ സമയത്ത്. രണ്ട്, ആംഗ്യങ്ങൾ അഥവാ നിൽക്കാനോ റുക്കൂ സുജൂദ് എന്നിവ പൂർണ്ണ രൂപത്തിൽ ചെയ്യാനോ കഴിഞ്ഞില്ലെങ്കിൽ തല കൊണ്ടോ ശരീരഭാഗങ്ങൾ കൊണ്ടോ ആംഗ്യം കാണിച്ച് നമസ്കാരം പൂർത്തിയാക്കാം. നേരെ ശ്രദ്ധിക്കുക, നമ്മളിങ്ങനെ നിസ്കരിക്കണം, റുക്കൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ഓന് പാഞ്ഞു വരും, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, തല ഇങ്ങനെ താത്തിയാൽ മതി. അതായത് നമ്മൾ പിന്നെ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ വജ്ജത്ത് ചൊല്ലി ഫാത്തിയൊക്കെ ചൊല്ലി എന്നിട്ട് നമ്മൾ റുക്കൂയിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, അല്ലാഹു അക്ബർ ഇങ്ങനെ ആക്കിയാൽ മതി. മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. സുജൂദിലേക്ക് ഫുള്ളായിട്ട് പോകണ്ട, കുറച്ചും കൂടി തല താത്തിയാൽ മതി, കുഴപ്പമില്ല. നേരെ നോക്കണം, കാരണം ശത്രു അവിടുന്ന് വരുന്നുണ്ട്. അവിടെ എല്ലാ ഖുശൂവും പാലിച്ചുകൊണ്ട് എല്ലാ ഭയഭക്തിയോടുകൂടി നമുക്ക് നിർവഹിക്കാൻ കഴിയൂല, കാരണം ശത്രു അപ്പുറത്തുണ്ട്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രതിസന്ധികൾ വരാനുണ്ട്, നമുക്ക് ഉപദ്രവങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പം എന്ത് ചെയ്യുക, ഈ രൂപത്തിൽ നിസ്കരിച്ചാൽ മതി. ഇനിയോ മൂന്നാമത്തത്, ചലനങ്ങൾ. സാധാരണ നമസ്കാരത്തിൽ അനാവശ്യ ചലനങ്ങൾ പാടില്ല. എന്നാൽ ഇവിടെ ജീവൻ രക്ഷിക്കാനോ ശത്രുവിനെ നേരിടാനോ ഉള്ള ഓട്ടവും ചലനങ്ങളും നമസ്കാരത്തെ ബാധിക്കില്ല. നമസ്കാരത്തെ ബാധിക്കില്ല. ഒരാൾ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊന്നും പറ്റില്ലല്ലോ. എന്നാൽ ഈ നിസ്കാരത്തിൽ നടക്കാം, ഒരു കുഴപ്പമില്ല. ശരീരം ചലിച്ചു എന്നുള്ളത് കൊണ്ടോ കൈകൾ ചലിച്ചു എന്നുള്ളത് കൊണ്ടോ ഒന്നും എന്തില്ല, ഒരു കുഴപ്പമില്ല. അത് അനുവദിക്കപ്പെട്ട കാര്യമാണ്. ഓക്കെ, വുളു നിർബന്ധം തന്നെയാണ്. വുളു നിർബന്ധമാണ്, അതിൽ സംശയമല്ലല്ലോ. വുളു പിന്നെ ഉണ്ട്, പക്ഷേ നമ്മൾ പിന്നെ വുളു തന്നെ വേണോ, അതല്ല തൈമും ചെയ്താൽ മതി. തൈമും ചെയ്താലും മതിയല്ലോ, കാരണം അവിടെ വെള്ളം കിട്ടാത്തൊരവസ്ഥയായിരിക്കും. അല്ല, വുളു കിട്ടുന്നുണ്ടോ അപ്പോൾ വേണേനും. ഇനി അടുത്തൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംസാരം, ശബ്ദം.
യുദ്ധവുമായി ബന്ധപ്പെട്ട അത്യാവശ്യ നിർദ്ദേശങ്ങൾ നൽകുന്നത് പോലും ചില പണ്ഡിതന്മാർ ഈ അടിയന്തര ഘട്ടത്തിൽ അനുവദനീയമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിസ്കരിക്കുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുക, ശത്രുക്കൾ വരുന്നുണ്ടെങ്കിൽ ആ നിസ്കാരത്തിൽ ശരിക്കും വേറൊന്നും പറയാൻ പറ്റില്ലല്ലോ, ആ ഒരു പദങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ. ദിക്റുകളും ദുആകളും എന്താണോ അതേപടി ചെല്ലാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ആയത്തുകൾ ചെല്ലാൻ പറ്റുള്ളൂ, അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. എന്നാൽ ചില ഘട്ടങ്ങളിൽ അങ്ങനെ ഒരു വരുന്നുണ്ട് എന്ന് വരെ ശത്രുക്കളുടെ വരവിനെ കുറിച്ച് വരെ ഒന്ന് ബോധ്യപ്പെടുത്തി എന്നുള്ളത് കൊണ്ട് തെറ്റില്ല എന്ന് ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ അത് പറ്റൂല എന്ന് തന്നെ പറഞ്ഞവരുണ്ട്. ഏതായിരുന്നാലും പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം, ഈ നമസ്കാരത്തിന് ഒരുപാട് ഇളവുകളുണ്ട്. ആ ഇളവുകൾ ഒരാൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം. കാരണം ആ ഒരു സമയം അങ്ങനെയാണ്, നിസ്കാരം അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ രൂപത്തിലാണത് മനസ്സിലാക്കേണ്ടത്. ഇനിയോ, ഈ ഒരു ആയത്തിൽ മുസ്ലിങ്ങൾക്കുള്ള കുറച്ച് നിർദ്ദേശങ്ങൾ, സന്ദേശങ്ങളുണ്ട്. നേരെ ശ്രദ്ധിച്ചോളിട്ടോ. ഈ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിസ്സാരമായ കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതല്ല. കാരണം വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പറയാനുണ്ട്, വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. നേരെ ശ്രദ്ധിച്ചോളേ, മുസ്ലിങ്ങൾക്കുള്ള സന്ദേശം എന്താണെന്നുള്ളത് പറയണം. ഒന്നാമത്തത്, സത്യവിശ്വാസികളുടെ ജീവിതത്തിൽ നിന്ന് ഒരിക്കലും ഒഴിഞ്ഞു പോകാൻ പാടില്ലാത്ത ഒരു നിർബന്ധ കർമ്മമാണ് 5 നേരത്തെ നമസ്കാരം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കാണി, യുദ്ധം എന്ന് പറഞ്ഞാൽ എന്താപ്പത്? തല പോണ കേസാണല്ലോ ശരിക്കും. അല്ലെങ്കിൽ ഒരു ശത്രു വരിക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു വന്യമൃഗം ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് സമയത്തും മരണം വരാം. പക്ഷേ ആ ഒരു സമയത്ത് പോലും നിസ്കാരം ഒഴിവാക്കാൻ പറ്റൂല. കാരണം ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിസ്കാരമാണ്. ഇന്ന ബൈന റജുലി വബൈന ശിർക്കി വൽ കുഫർ തർക സ്വലാ. ഒരു മുസ്ലിമിൻ്റെയും ഷിർക്കിൻ്റെയും കുഫറിൻ്റെയും ഇടയ്ക്കുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ നമസ്കാരം ഉപേക്ഷിക്കലാണ്. നിസ്കരിക്കണില്ലേ, ഓൻ കാഫിറാണ്, സംശയമല്ല. അപ്പോൾ അവിടെ വളരെ ഗൗരവം ആ വിഷയത്തിനുണ്ട്. അത് നിസ്സാരമായ ഒരു കാര്യമായിട്ട് നമ്മൾ തള്ളിക്കളയാൻ പറ്റൂല. നമസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് കാഫിറായി പോകുന്ന കാര്യം തന്നെയാണ്. രണ്ടാമത്തെ വിഷയം, നമസ്കാരം അതിൻ്റെ സമയത്ത് നിർവഹിക്കുക എന്നുള്ളതാണ്. നോക്കിയേക്കാൻ നമ്മൾ ചില ആൾക്കാരൊക്കെ പറയാം, അതിപ്പോൾ കുറച്ച് കഴിഞ്ഞ് നിസ്കരിച്ചാൽ പോരെ, അപ്പം തന്നെ നിസ്കരിക്കുക, എന്തപ്പോൾ ആ ടൈമിൽ തന്നെ നിസ്കരിക്കണം എന്നെന്താ? അവിടെ ഉണ്ട്. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത. തീർച്ചയായും നമസ്കാരം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികൾക്ക് സമയം നിർണയിക്കപ്പെട്ട ഒരു നിർബന്ധ ബാധ്യതയാകുന്നു. സമയം നിർണയിക്കപ്പെട്ട നിർബന്ധ ബാധ്യതയാണ് നിസ്കാരം. അപ്പം എന്തല്ല, അത് നമ്മളെ തോന്നിയ സമയത്ത്, തോന്നുന്ന സമയത്ത്, തോന്നിയ രൂപത്തിൽ ചെയ്യേണ്ട ഒന്നല്ല. അതിനൊരു ടൈമുണ്ടോ ആ ടൈമിൽ നിസ്കരിക്കണം. ഇവിടെ യുദ്ധം നടക്കുകയാണ്, അപ്പോൾ തൽക്കാലം എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങളാരും നിസ്കരിക്കേണ്ട, എല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്തെ നിസ്കരിച്ചാൽ മതിട്ടോ എന്ന് പറഞ്ഞിട്ടില്ല. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ജോലിക്കാരുണ്ട് കുറേ ആൾക്കാർ, സുബൈക്ക് ചിലപ്പോൾ ഉണ്ടാകും, ളുഹറും അസറും മഗ്‌രിബും ഇശാവും കൂടി ഇശാഇൻ്റെ സമയത്ത്. എന്തേ? ജോലി തിരക്കാണ്. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വരെ പറ്റൂല, പിന്നെയല്ലേ ജോലിൻ്റെ സാഹചര്യം. യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ വരെ സമയബന്ധിതമായിക്കൊണ്ട് നിർവഹിക്കണം എന്നാ. അതിൽ ചിലപ്പോൾ ജമ്മ ആക്കാനും കസറാക്കാനും ഒക്കെ അനുവാദം ഉണ്ടാകും. കാരണം യാത്രക്കാർ കൂടിയായിരിക്കും പലപ്പോഴും യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ. അവിടെ അല്ലെങ്കിൽ ജമ്മ ആക്കാൻ അനുവാദം ഉണ്ടാകും. പക്ഷെ ഇവിടെയോ ജോലിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നമസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ എത്രയെന്ന് ചോദിച്ചാൽ ഖളാ ആക്കുക എന്നുള്ളതാണ്. പല ആൾക്കാരും അങ്ങനെയാണ്, ഖളാ ആക്കുക, എല്ലാം കൂടി ഇശാഇൻ്റെ സമയത്ത്. ഭയപ്പാടിൻ്റെ വേളയിൽ പോലും നമസ്കാരം ഖളാ ആക്കാൻ പഠിപ്പിച്ചിട്ടില്ല ഇസ്ലാം. ഭയപ്പാടുണ്ട്, യുദ്ധത്തിൻ്റെ സാഹചര്യമാണ്, ശത്രുക്കൾ വന്ന് ആക്രമിക്കും, അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ വന്ന് ആക്രമിക്കും. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പോലും, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാണ്, മരണം മുന്നിൽ കാണുന്നുണ്ട്, എന്നാൽ പോലും എന്തില്ല, ഖളാ ആക്കലില്ല. അപ്പം അതിൻ്റെ ഗൗരവത്രയാ, നിസ്സാരമായൊരു കാര്യമില്ലല്ലോ ഇപ്പം അത്. ഇനി നാലാമത്തെ നോക്കിക്കോ, എന്താണ് ജമാഅത്ത് നമസ്കാരത്തിൻ്റെ പ്രാധാന്യം. ജമാഅത്ത് യുദ്ധം നടക്കുന്ന സമയത്തും ജമാഅത്ത് ഒഴിവാക്കാൻ പറ്റൂല എന്നാണ്. യുദ്ധാവസരത്തിൽ വരെ നമസ്കാരം ജമാഅത്തായി നിർവഹിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിർഭയാവസ്ഥയിൽ അത് ഒഴിവാക്കുക എന്നത് എത്ര വലിയ തെറ്റാണപ്പോൾ. ജമാഅത്ത് സമയം ഉണ്ടായിട്ടും നിസ്കരിക്കാത്ത ആളുകൾ, ജമാഅത്തിൽ പങ്കെടുക്കാത്ത ആളുകൾ, അതിന് ഗൗരവം കൊടുക്കാത്ത ആളുകൾ, നമ്മളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട വിഷയം തന്നെയാണത്. കാരണം ആ ഒരു യുദ്ധ സാഹചര്യത്തിൽ വരെ ഇസ്ലാം ഇതിന് ഗൗരവം കൊടുത്തിട്ടുണ്ടെങ്കിൽ, അപ്പോൾ പോലും നിങ്ങളത് ഒഴിവാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ നമുക്ക് നിർഭയാവസ്ഥ ഉണ്ടല്ലോ, ഒരു പ്രശ്നമില്ലാതിരിക്കുകയാണല്ലോ. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രശ്നമില്ലാത്ത സമയത്ത് നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കണം. അപ്പം അത് വളരെ ഗൗരവപ്പെട്ടൊരു കാര്യമായിട്ട് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇനി ഇതിലെ രണ്ടാമത്തെ ഒരു ഭാഗം, ഫഇദാ അമിൻതും ഫദ്കുറുല്ലാഹ്
കമാ അല്ലമക്കും മാ ലം തകൂനു തഅലമൂൻ ഫഇദാ അമിൻതും. നിങ്ങൾ നിർഭയാവസ്ഥയിലായാൽ, സുരക്ഷിതാവസ്ഥയിലായാൽ, ഫദ്കുറുല്ലാഹ്, നിങ്ങൾ അള്ളാഹിനെ ഓർമ്മിക്കണം. അള്ളാഹിനെ ഓർമ്മിക്കണം. കമ അല്ലമക്കും, കമ ഒന്നുപോലെ, ക പോലെ, മ ഒന്നുപോലെ നിങ്ങൾ ഓർമ്മിക്കണം. എങ്ങനെ? അല്ലമക്കും, നിങ്ങളെ പഠിപ്പിച്ചു. അല്ലമാറിനെ പഠിപ്പിച്ചു, പഠിപ്പിച്ച പ്രകാരം നിങ്ങൾ ഓർമ്മിക്കണം. മാലം ചക്കൂനു, നിങ്ങളായിരുന്നില്ല തഅലമൂൻ, നിങ്ങൾ അതിനെക്കുറിച്ച് അറിവില്ലാത്തവരായിരുന്നു. അപ്പം നിങ്ങൾക്ക് അറിവില്ലാതിരുന്നത് അള്ളാഹു പഠിപ്പിച്ചു തന്ന പ്രകാരം നിങ്ങൾ അവനെ സ്മരിക്കണം. നേരെ ശ്രദ്ധിച്ചോ, ഇവിടെ നേരത്തെ പറഞ്ഞത് ഹിഫ്തു എന്നുള്ളതാണ്, ഇവിടെ അമിൻതു എന്നുള്ളതാണ്. നേരത്തെ ഭയപ്പാടിനെ കുറിച്ചാണ് പറഞ്ഞതെങ്കിൽ ഇവിടെ നിർഭയാവസ്ഥ. നമുക്ക് എന്ത് ചെയ്തു? ആ ഒരു അവസ്ഥയിൽ നിന്ന്, അത് പ്രതിസന്ധികളിൽ നിന്ന് രക്ഷ കിട്ടി. എങ്കിൽ എന്താണ് വേണ്ടത്? സുരക്ഷിതത്വം ലഭിക്കുമ്പോഴുള്ള ബാധ്യത, ഒരു സുരക്ഷ ലഭിച്ചാലുള്ള ബാധ്യത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയം മാറി സമാധാനവും സുരക്ഷിതത്വവും കൈവന്നാൽ പഴയതുപോലെ സാധാരണ നിലയിൽ കിബിലക്ക് മുന്നിട്ട് ശാന്തമായി നിന്ന് പൂർണ്ണമായ റുക്കുവും സുജൂദുമായി വേണം നമസ്കാരം നിർവഹിക്കാൻ. അല്ലാതെ അലസത കാണിക്കാനോ ഇളവുകൾ തുടരാനോ പാടില്ല. നേരെ ശ്രദ്ധിക്കുക, ഒരാൾക്ക് യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ ഇളവുണ്ട്, അപ്പം നിസ്കരിക്കുമ്പോൾ നടന്നിട്ട് നിസ്കരിച്ചാൽ മതി, വണ്ടിയിൽ നിസ്കരിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല, ഇസ്ലാം അനുവദിച്ചു. എന്നാൽ യുദ്ധമൊക്കെ മാറി, ആ പ്രതിസന്ധിയൊക്കെ മാറി, പ്രകൃതി ദുരന്തമൊക്കെ ഒഴിവായി സാധാരണ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം എന്ത് ചെയ്യുക? അല്ല, മറ്റേതാണ് കുറച്ചും കൂടി സുഖം, അത് നടക്കുമ്പോൾ അങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഇതിപ്പോൾ ഒതു കൊടുത്ത് പോയി പള്ളിയിൽ പോയി അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ജമാഅത്തൊക്കെ കൂടി ഇങ്ങനെ, അതിൻ്റെ ഒന്നും ആവശ്യമല്ല, നമ്മൾ ഒറ്റക്ക് നിസ്കരിച്ചാൽ പോരെ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു ഇളവ് അപ്പം സ്വീകരിക്കാൻ പറ്റില്ല. ഇളവ് അള്ളാഹു നൽകിയത് എപ്പോഴാ? അതിനൊരു കാരണം ഉണ്ടായിരുന്നു. ആ കാരണമുള്ളപ്പോഴാണ് ആ ഇളവ് നമ്മൾ എടുക്കേണ്ടത്. കാരണം ഒഴിവായിക്കഴിഞ്ഞാൽ പിന്നെ ഇളവും തീർന്നു. പിന്നെന്ത് ചെയ്യണം? അലസത കാണിക്കാതെ, ഇളവ് തുടരാതെ സാധാരണ എങ്ങനെയാണോ നിസ്കരിക്കേണ്ടത് അങ്ങനെ. ഫഇദാ അമിൻതും, നിങ്ങൾ എന്ത് ചെയ്യാണ്? നിങ്ങൾക്ക് അമ്നി ലഭിച്ചു കഴിഞ്ഞാൽ, നിർഭയത്വം ലഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളിത് മാറണം എന്നാണ്. എങ്കിൽ ഇനി അവിടെ പ്രതിസന്ധി മാറിയാൽ അള്ളാഹുവെ കൂടുതൽ സ്മരിക്കുകയും അവനോട് കൂടുതൽ നന്ദിയുള്ളവരായിരിക്കുകയും വേണം. അതാണ് ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ടത്. എന്നിട്ട് അതിൻ്റെ ബാക്കി ഭാഗം കൂടി അള്ളാഹ് പറയുന്നുണ്ട്. അറിവ് നൽകിയതിനുള്ള ഒരു കൃതജ്ഞത, ഒരു നന്ദി കൂടി നമ്മൾ പറയാം. എങ്ങനെ ആരാധിക്കണം, ഏത് ദിശയിലേക്ക് തിരിയണം, പ്രതിസന്ധി ഘട്ടങ്ങളിൽ എന്തെല്ലാം ഇളവുകൾ എടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊന്നും മനുഷ്യന് സ്വന്തം ബുദ്ധി കൊണ്ട് കണ്ടെത്താൻ കഴിയുന്നതായിരുന്നില്ല. അല്ലേ? നിസ്കരിക്കണം എന്നുള്ളത് അള്ളാഹ് പറഞ്ഞു, പക്ഷേ എങ്ങനെ നിസ്കരിക്കണം എന്നുള്ള പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിയിരുന്നു. എങ്ങനെ നമുക്ക് തോന്നിയ പോലെ നിസ്കരിക്കാൻ പറ്റുമോ? ഇല്ല, അള്ളാഹ് പറഞ്ഞെന്നു. ഇനി ആ പറഞ്ഞെന്ന റബ്ബ് തന്നെ ഒരു യുദ്ധ സാഹചര്യത്തിൽ അതിൽ ഒരളവുമില്ല, നിങ്ങൾ എങ്ങനെ തന്നെയാണോ പഠിപ്പിച്ചത് അങ്ങനെ തന്നെ നിസ്കരിക്കണം എന്ന് പറഞ്ഞാലോ, അപ്പോഴും നമ്മൾ കുടുങ്ങിയിരുന്നു. അപ്പോൾ നമ്മൾ പ്രയാസപ്പെട്ടിരുന്നു. കാരണം എന്താ? നമ്മൾ സുജൂദിലേക്ക് പോയി തിരിച്ചു വരാൻ നോക്കുമ്പോൾ തല ഉണ്ടാവില്ല, തല അവിടെ സുജൂദിൽ തന്നെ കിടക്കുന്നുണ്ടാകും. കാരണം ശത്രു വന്നിട്ട് ബാക്കിലൊന്നും അടിച്ചിട്ടുണ്ടാവും, വെട്ടിയിട്ടുണ്ടാവും. എങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നിങ്ങൾ അങ്ങനെ ചെയ്യണ്ട, നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇളവുണ്ട് കേട്ടോ. അത് ഈ വിഷയത്തിന് മാത്രമല്ല, യാത്രക്കാരനാണോ നിങ്ങളിങ്ങനെ ചെയ്താൽ മതി, രോഗിയാണോ നിങ്ങളിങ്ങനെ നിസ്കരിച്ചാൽ മതി, നിങ്ങൾക്ക് നിൽക്കാൻ കഴിയില്ലേ എന്നാൽ ഇരുന്നിട്ട് ഇങ്ങനെ ചെയ്യുക, ഇരിക്കാൻ കഴിയൂലേ എന്നാൽ കടന്നിട്ട് ഇങ്ങനെ ചെയ്യുക, നിങ്ങൾക്ക് നടന്നിട്ടാണോ നിസ്കരിക്കാൻ പറ്റുക എന്നാൽ പിന്നെ അങ്ങനെ ചെയ്തോ. ഏതിൽ? സ്വലാത്തുൽ ഖൗഫിൻ്റെ വിഷയത്തിലാട്ടോ പറയണത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കഴിയുന്ന രൂപം അതൊക്കെ പഠിപ്പിച്ചു തരുന്നത് ആരാ? അള്ളാഹ് പറയണത്. ഈ ആയത്താരാ പറഞ്ഞേ? പരിചാലൻ ഔ റുക്കുബാന എന്നുള്ളത് ആരാ പറയണത്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നിങ്ങൾ നടന്നുകൊണ്ടോ വാഹനത്തിൽ കയറിക്കൊണ്ടോ എങ്ങനെയാണോ നിങ്ങൾക്ക് കഴിയേണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്തോളൂ. അത് നിങ്ങൾക്കുള്ള ഇളവുകളാണ്. എങ്കിൽ ആ ഇളവുകൾ അള്ളാഹു നൽകുമ്പോൾ അതിനൊരു നന്ദി നമ്മൾ കാണിക്കണം. അള്ളാഹു തൻ്റെ പ്രവാചകനിലൂടെ മനുഷ്യർക്ക് ആവശ്യമുള്ളതെല്ലാം കൃത്യമായി പഠിപ്പിച്ചു തന്നു. ഈ വലിയ അനുഗ്രഹത്തിന് അള്ളാഹു കൽപ്പിച്ച പ്രകാരം അവനെ ആരാധിച്ചുകൊണ്ട് നന്ദി കാണിക്കുക എന്നത് മനുഷ്യൻ്റെ ബാധ്യതയാണ്. അപ്പോൾ മനുഷ്യന് അള്ളാഹ് നൽകിയ ഈ ഇളവുകൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തുക എന്നതാണ് പ്രധാനം. അതല്ലാതെ അതിന് നന്ദി കേട് കാണിക്കുകയല്ല വേണ്ടത്. അള്ളാഹു ഒരു ഇളവ് നൽകുമ്പോൾ ആ ഇളവ് നമുക്ക് സ്വീകരിക്കാം. എപ്പോഴാണോ ഇളവ് അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇളവ് നിർത്തണം. എന്നിട്ട് സാധാരണ പോലെ തന്നെയാവണം. കാരണം ഇതൊക്കെ അള്ളാഹു പഠിപ്പിച്ചത്, അള്ളയാണ് പഠിപ്പിച്ചിരുന്നത്. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് അള്ളാഹ് പഠിപ്പിച്ചിരും. അതേപോലെ തന്നെ മറ്റു ആരാധനാകർമ്മങ്ങൾ അള്ളാഹ് പഠിപ്പിച്ചിരും. ആ പഠിപ്പിച്ചത് റബ്ബ് പഠിപ്പിച്ചതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയും വേണം. ഇതാണ് ഈ ഒരു ആയത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിക്കുന്നത്. ഒരു പക്ഷേ നമുക്ക് പരിചയമില്ലാത്ത ഒരു നമസ്കാരമാണ് സ്വലാത്തുൽ ഖൗഫ്. ഇതുവരെ നമുക്ക് അങ്ങനത്തെ ഒരു വലിയൊരു ഭയപ്പാടോ മറ്റോ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ ചില പ്രതിസന്ധികൾ വന്നപ്പോൾ നമ്മൾ നമസ്കാരത്തിന് ഗൗരവത്തിൽ എടുത്തിട്ടില്ല. ഇത് രണ്ടിലേതെങ്കിലും ഒന്നാണുള്ളത്. എന്തായിരുന്നാലും ഇനി മുതൽ ഒരു വലിയ പ്രതിസന്ധി, അള്ളാഹു അങ്ങനത്തെ പ്രതിസന്ധികളിൽ നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.
എന്നാൽ എന്തെങ്കിലും ഒരു പ്രതിസന്ധി വന്നാൽ അവിടെ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളതല്ല. അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു കല്യാണം വന്നാൽ മതി നിസ്കാരം ഒഴിവാക്കാൻ. ഒരു ചെറിയൊരു യാത്ര വന്നാൽ മതി. കുടുംബത്തിലൊരു കല്യാണം ഉണ്ടെങ്കിൽ പിന്നെ നിസ്കാരമല്ല പല ആൾക്കാർക്കും. കാരണം എന്താ, രാവിലെ മാറ്റിയതല്ലേ, പിന്നെ അതൊക്കെ ഇങ്ങനെ ഒന്നുകൊണ്ട് ഒതുടുക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ മുഖത്തുള്ള എല്ലാം പോകും അല്ലേ. അതുകൊണ്ട് നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ, ലൊഹർ എന്നുള്ളത് അസറും കഴിഞ്ഞ് മഗ്‌രിബിൻ്റെ കൂടെ നിസ്കരിക്കുന്ന ആൾക്കാർ, ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ കുടുംബത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ മഗ്‌രിബും ഇല്ല ഇശാവും ഇല്ല, നേരണ്ട് വന്ന് കിടക്കുക, പിന്നെ സുബൈയാണ്ട്. സുബൈക്ക് തന്നെ ചിലപ്പോൾ നീക്കൂല. അള്ളാഹു അനുഗ്രഹങ്ങൾ നൽകുമ്പോൾ ആ അനുഗ്രഹത്തിന് നന്ദി കാണിക്കാൻ വേണ്ടേ, നന്ദികേടല്ല കാണിക്കണ്ടേ. വിവാഹം എന്നുള്ളത് അനുഗ്രഹമാണെങ്കിൽ അതിന് നന്ദി കാണിക്കാൻ വേണ്ടേ, നന്ദികേട് കാണിക്കരുത്. വീട് എന്നുള്ളത് അനുഗ്രഹമാണെങ്കിൽ അതിന് നന്ദിയാണ് കാണിക്കേണ്ടത്, നന്ദികേടല്ല. അപ്പോൾ അവിടെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഗൗരവത്തിൽ ഈ വിഷയങ്ങൾ മനസ്സിലാക്കണം. പലപ്പോഴും പല ആളുകളും എന്ത് ചെയ്യണം, ഈ വിഷയമൊക്കെ അശ്രദ്ധമായി പോകുന്നൊരവസ്ഥ ഉണ്ട് അല്ലേ. കല്യാണവും സൽക്കാരവും വീടിരിക്കലും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യും, നിസ്കാരം ഒഴിവാക്കുന്ന ആളുകൾ. എന്ത് വന്നാലും ശരി നിസ്കാരം ഞാൻ മുടക്കൂല എന്ന ഒരു തീരുമാനമാണ് നമ്മളിൽ ഉണ്ടാവേണ്ടത്. അള്ളാഹു അത്തരത്തിൽ നന്മകൾ ചെയ്യുന്ന ആളുകൾ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആയത്തൊന്നും കൂടി ഓതാം, നേരെ ശ്രദ്ധിച്ചു പോകട്ടോ. ഫഇൻ ഖിഫ്തും ഫരിജാലൻ ഔ റുക്ബാന فإذا أمنتم فاذكروا الله كما علمكم ما لم تكونوا تعلمون. ചെറിയ ഒരു ആയത്താണ്, പക്ഷേ വലിയ ഒരു ആശയമാണ് അള്ളാഹു ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് സ്വലാത്തുൽ ഖൗഫ് എന്നുള്ളത് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. അതേപോലെ തന്നെ അത് എപ്പോഴാണ് നിർവഹിക്കേണ്ടത് എന്നും എങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും അതിലുള്ള ഇളവുകൾ എന്തൊക്കെയാണ് എന്നും അതിൽ തന്നെ അള്ളാഹു എത്രത്തോളം വലിയ സന്ദേശമാണ് നമുക്ക് നൽകുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കി. ഈ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിനെ സ്നേഹിച്ച് അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. എല്ലാ അർത്ഥത്തിലും നന്മകൾ ചെയ്ത് ജീവിക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥനകളുടെ വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.